ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ക്വാഡ്രിലാറ്ററൽ ആൻഡ് ട്രയാങ്കിൾ അഥവാ ചതുർഭുജവും ത്രികോണവും. ഏതെങ്കിലും ഒരു മെഷറിന് ഒരു ക്വാഡ്രിലാറ്റർ തന്നിട്ടുണ്ട്. ആ ക്വാഡ്രിലാറ്ററിന്റെ ഏരിയ നമുക്കറിയാം. ആ സെയിം ഏരിയയിലുള്ള ഒരു ത്രികോണം അഥവാ ട്രയാങ്കിൾ നിർമ്മിക്കുക. അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഒരു ചതുർഭുജം തന്നിട്ടുണ്ട്. ആ ചതുർഭുജത്തിന്റെ പരപ്പളവ് തന്നെ വരുന്ന മറ്റൊരു ത്രികോണം നിർമ്മിക്കുക. ഇതിനായി നമ്മൾ ABCD എന്ന് പറഞ്ഞ ഒരു ചതുർഭുജം അഥവാ ഒരു ക്വാഡ്രിലാറ്ററൽ നമ്മൾ വരച്ചിട്ടുണ്ട്. ഈ ABCD എന്ന് പറയുന്ന ഈ ക്വാഡ്രിലാറ്ററിന്റെ ഏരിയ വരുന്ന തരത്തിൽ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക. അതാണ്, അതായത് ഈ ചതുർഭുജം ABCDയുടെ പരപ്പളവിന് തുല്യമായ പരപ്പളവ് വരുന്ന തരത്തിൽ ഒരു ത്രികോണം നിർമ്മിക്കുക. അതിന് നമ്മൾ ചെയ്യുന്നത് ക്വാഡ്രിലാറ്ററൽ ABCD എന്ന് പറയുന്ന ഈ ക്വാഡ്രിലാറ്ററിന്റെ ഡയഗണൽസ് ആണ്. ഇതാ BD എന്ന് പറയുന്ന ഇങ്ങനെ വരയ്ക്കുന്നവരെയും AC എന്ന് പറയുന്ന ഇങ്ങനെ വരയ്ക്കുന്നവരെയും, അഥവാ ചതുർഭുജം ABCDയുടെ വികരണങ്ങളാണ് BDയും ഇങ്ങനെ വരയ്ക്കുമ്പോൾ കിട്ടുന്ന വരയും ACയും. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ക്വാഡ്രിലാറ്ററൽ ABCDക്ക് ഒരു ഡയഗണൽ വരയ്ക്കുക. ചതുർഭുജം ABCDക്ക് ഒരു വികരണം വരയ്ക്കുക. ഇവിടെ BD എന്ന് പറയുന്ന ഒരു വികരണം വരച്ചു. അപ്പൊ BD എന്ന് പറയുന്ന വികരണം തന്നെ വരയ്ക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് AC എന്ന് പറയുന്ന ഡയഗണൽ അഥവാ വികരണവും വരയ്ക്കാം. ഞാനിവിടെ BD എന്ന് പറയുന്ന വികരണം വരച്ചു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് BD എന്ന് പറയുന്ന ഈ ഡയഗണൽ വികരണത്തിന് പാരലായിട്ട് സിയിൽ കൂടി പോകുന്ന വര വരയ്ക്കുക. BD എന്ന് പറയുന്ന ഈ ഡയഗണൽ അഥവാ വികരണത്തിന് പാരലായിട്ട് സി കൂടി കടന്നു പോകുന്ന ഒരു ലൈൻ വരയ്ക്കുക. BD എന്ന് പറയുന്ന ഈ വികരണത്തിന് സമാന്തരമായി സിയിൽ കൂടി ഒരു വര വരയ്ക്കുക. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. സെറ്റ് സ്ക്വയർ നിങ്ങള് സെറ്റ് സ്ക്വയറിന്റെ താഴ്ഭാഗം ഈ BD എന്ന് പറയുന്ന വരയിൽ വെക്കുക. വെച്ചതിന് ശേഷം സ്കെയിൽ ഇവിടെ ചേർത്ത് വെക്കുക. ഓക്കെ, ആ ബിന്ദുവിൽ തന്നെ വേണം സെറ്റ് സ്ക്വയർ നിൽക്കാൻ, സി എന്ന് പറയുന്ന ബിന്ദുവില്. അത് കഴിഞ്ഞ് ഇതിങ്ങനെ മുകളിലോട്ട് നീക്കുക. നീക്കിയതിനു ശേഷം ഇങ്ങനെ ആ സി എന്ന് പറയുന്ന ബിന്ദുവിൽ കറക്റ്റ് എത്തുമ്പോ ഇവിടെ മാർക്ക് ചെയ്യുക. ഇങ്ങനെ പാരലൽ ലൈൻ ആണ് വരയ്ക്കേണ്ടത്. നിങ്ങളത് മാർക്ക് ചെയ്യുക. അതിനുശേഷം സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഈ വര നീട്ടി വരയ്ക്കുക സി കൂടെ. അപ്പൊ നമുക്ക് പാരലൽ ലൈൻസ് അതായത് സമാന്തര വര ലഭിച്ചു. ഏതിനു പാരലായിട്ട്? BD എന്ന് പറയുന്ന വരയ്ക്ക് സമാന്തരമായ പാരലായ വര ലഭിച്ചു. ഇനി AB നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് നീട്ടുക, എക്സ്റ്റെൻഡ് ചെയ്യുക. AB എന്ത് ചെയ്തു? എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുമ്പോ ഈ ബിന്ദു ഉണ്ടല്ലോ, പാരലൽ ആയിട്ട് വരച്ച ഈ ലൈനും അതായത് സമാന്തര വരെ ABയും കൂടെ കൂട്ടിമുട്ടുന്ന ബിന്ദുവിന് DE എന്ന് പേര് കൊടുക്കുക. അപ്പൊ നമുക്ക് BD എന്ന് പറയുന്ന ലൈനിന് പാരലൽ ആയിട്ട് BD എന്ന് പറയുന്ന വരയ്ക്ക് സമാന്തരമായിട്ട് സിയിൽ കൂടെ നമുക്ക് ഒരു ലൈൻ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിയിൽ നിന്ന് ഡിയും ഇയുമായി യോജിപ്പിക്കുക. ഡിയിൽ നിന്ന് ഇയിലേക്ക് നമ്മൾ ഒരു വര വരയ്ക്കുന്നു. ഇപ്പൊ ഡിയിൽ നിന്ന് ഇയിലേക്ക് ഒരു വര വരച്ചു. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പുതുതായിട്ട് കിട്ടിയത് AED എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ AED. ശ്രദ്ധിക്ക്, AED എന്ന് പറഞ്ഞ ഒരു ത്രികോണം നമുക്ക് ലഭിച്ചു. ഇത്രയും വരച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ എന്താ ഇവിടെ ചെയ്യാൻ പോകുന്നത്? ABCD
ABCD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററിന്റെ ഏരിയക്ക് സെയിം ആയ ട്രയാങ്കിൾ, സെയിം ഏരിയ വരുന്ന ഒരു ട്രയാങ്കിൾ. ABCD എന്ന് പറയുന്ന ഒരു ചതുർഭുജത്തിന്റെ പരപ്പളവിന് തുല്യമായ പരപ്പളവ് വരുന്ന ഒരു ത്രികോണം നിർമ്മിക്കുക. അപ്പൊ നമുക്ക് നോക്കാം. ABCD ഇതാണ് നമ്മുടെ ചതുർഭുജം. അപ്പം ചതുർഭുജത്തിന്റെ പരപ്പളവ് നോക്കാം. ചതുർഭുജം ABCD, ചതുർഭുജം ABCDയുടെ പരപ്പളവ് അഥവാ എന്താണ് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം നോക്കിയേ. ABCD ഇതിനെ നമുക്ക് ABDയും ബാക്കി ഇത്രയും പാർട്ടിനെ BCD എന്ന് എഴുതിക്കൂടെ? അതായത് ഇത്രയുള്ള ഈ ചതുർഭുജം അഥവാ ക്വാഡ്രിലാറ്ററിനെ രണ്ട് ത്രികോണം, രണ്ട് ട്രയാങ്കിൾ ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് എഴുതാം. അതായത് ട്രയാങ്കിൾ ABD യുടെ പരപ്പളവ് പ്ലസ് എങ്ങനെ എഴുതാൻ പറ്റും? ട്രയാങ്കിൾ BDC, ട്രയാങ്കിൾ BDC, ചതുർഭുജ ABCDയെ ത്രികോണം ABD എന്നും ത്രികോണം BDC കൂടെ കൂട്ടുന്നതിന് തുല്യമാണ് എന്ന് നമുക്ക് എഴുതാം. ഇനി നോക്കിയേ, ത്രികോണം ABD അഥവാ ട്രയാങ്കിൾ ABDയുടെ പരപ്പളവ് നമ്മൾ അങ്ങനെ തന്നെ എഴുതി. ഇവിടെ എല്ലാം പരപ്പളവെന്നുണ്ട്. ട്രയാങ്കിൾ ABD എന്ന് ഞാൻ എഴുതിയിട്ടുള്ളൂ. ട്രയാങ്കിൾ ABDയുടെ പരപ്പളവാണ്. ട്രയാങ്കിൾ ABDയുടെ പരപ്പളവ് പ്ലസ് ട്രയാങ്കിൾ BDC ഒന്ന് ശ്രദ്ധിച്ചേ. BDC ദാ ഈ ട്രയാങ്കിള് ഞാനിപ്പോ ഷെയ്ഡ് ചെയ്ത ട്രയാങ്കിൾ ആണ് ത്രികോണം BDC അഥവാ ട്രയാങ്കിൾ BDC. BDC എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ, ഈ ത്രികോണത്തിന്റെ പാദവശം BD എന്ന് നമ്മൾ എടുക്കുന്നു. ഇതിന്റെ തേർഡ് വെർട്ടെക്സ് C എന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് BDക്ക് സമാന്തരമായി പാരലായിട്ട് നിങ്ങൾ ഒരു വര വരയ്ക്കൂ. നമ്മളൊരു വര വരച്ചിട്ടുണ്ട്. ഈ പാരലൽ ലൈനിലെ തേർഡ് വെർട്ടെക്സ് വരികയും ഈ DB പാദവശത ബേസ് വരികയും ചെയ്യുന്ന എല്ലാ ട്രയാങ്കിൾസിന്റെ ഏരിയയും എല്ലാ ത്രികോണത്തിന്റെ പരപ്പളവും തുല്യമായിരിക്കും. അപ്പൊ നോക്കിയേ, ഇനി നിങ്ങൾ നോക്കിയേ, BDE അതായത് BDE ട്രയാങ്കിൾ BDE നോക്ക്. BDE എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ, ഈ ചെറിയ ട്രയാങ്കിൾ എടുക്കുക. ആ ട്രയാങ്കിളിന്റെ പാദവശം ഏതാ? BD തന്നെ. അതിന്റെ തേർഡ് വെർട്ടെക്സ് എന്ന് പറയുന്നത് E ആണ്. അതായത് ഇതിന്റെ ബേസ് BD തന്നെയാണ്. തേർഡ് വെർട്ടെക്സ് ഇതാ മൂന്നാമത്തെ മൂല എന്ന് പറയുന്നത് E ആണ്. E എന്ന് പറയുന്നത് എവിടെയാ കിടക്കുന്നത് നോക്ക്? പാദവശമായ DBക്ക് പാരലൽ അഥവാ സമാന്തരമായിട്ടുള്ള ഈ വരയില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെയും ഈ BDC ആദ്യത്തെ ട്രയാങ്കിളിന്റെയും ഏരിയ അഥവാ പരപ്പളവ് എന്ന് പറയുന്നത് സെയിം അല്ലേ? ആണ്. BDC എന്ന് പറയുന്ന ഈ ത്രികോണത്തിന്റെയും ട്രയാങ്കിളിന്റെയും BDE എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ അഥവാ ത്രികോണത്തിന്റെയും പരപ്പളവ് ഏരിയ തുല്യമാണ്. അതുകൊണ്ട് നമുക്ക് ട്രയാങ്കിൾ BDCക്ക് വരാം നമുക്ക് BDE എന്നെഴുതാം. ശ്രദ്ധിക്ക്, ഇത് രണ്ടും സെയിം ആണെന്ന് പറയാൻ കാരണം ഈ രണ്ട് ട്രയാങ്കിളിന്റെയും ബേസ് അഥവാ പാദവശം സെയിം ആണ്. BD ആണ്. ഇതിന്റെ തേർഡ് വെർട്ടെക്സ് അഥവാ മൂന്നാം മൂല C എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇതിന്റെ തേർഡ് വെർട്ടെക്സ് അഥവാ മൂന്നാം മൂല E എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇത് രണ്ടും BDക്ക് സമാന്തരമായ പാരലായിട്ടുള്ള ലൈനിലാണ് കിടക്കുന്നത്.
അതുകൊണ്ട് ഇതിന്റെ പരപ്പളവ് അഥവാ ഏരിയ എന്ന് പറയുന്നത് തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി നോക്ക് എ ബി ഡി അതും ഈ ബി ഡി ഇ അതും കൂടെ ചേർന്നതാ ഈ വലിയ ത്രികോണമല്ലേ, വലിയ ട്രയാങ്കിൾ അല്ലേ നമുക്ക് ലഭിക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ട്രയാങ്കിൾ എ ഡി ഇ. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ട്രയാങ്കിൾ ആണ് ട്രയാങ്കിൾ എ ഡി ഇ. അപ്പൊ നമ്മൾ എവിടെ നിന്നാ ചെയ്ത് തുടങ്ങിയത്? ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡിയുടെ ഏരിയ അഥവാ ചതുർഭുജ എ ബി സി ഡിയുടെ പരപ്പളവ് ചെയ്ത് നമുക്ക് താഴെ വന്നപ്പോ മനസ്സിലായി ഇതെന്താണ് ട്രയാങ്കിൾ എ ഡിയുടെ പരപ്പളവ് ത്രികോണം എ ഡിയുടെ പരപ്പളവിന് തുല്യമാണെന്ന് പറഞ്ഞു. അപ്പൊ രണ്ടിന്റെയും പരപ്പളവ് സെയിം ആയില്ലേ? ഇതല്ലേ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്? ഒരു ക്വാഡ്രിലാറ്ററൽ തന്ന ആ പരപ്പളവുള്ള ഒരു ത്രികോണം എങ്ങനെ വരയ്ക്കാം, ഒരു ചതുർഭുജം തന്ന അതേ പരപ്പളവുള്ള അതേ ഏരിയയുള്ള ഒരു ത്രികോണം എങ്ങനെ വരയ്ക്കാം, ഒരു ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കാം. ഓക്കെ.